കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനുണ്ടല്ലോ, അല്ലാഹുവിന് ഒരൊറ്റ സുജൂദ് പോലും ചെയ്യാത്ത വ്യക്തിയാണ്. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഈ ലോകത്തിന്റെ തമ്പുരാന് ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത ഈ മനുഷ്യന് ഖബറിൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ടല്ലേ ഖബറിലേക്ക് സ്വർഗീയ ഹൂറുലീങ്ങൾ കടന്നു വന്നത്. അവർ ഇതാ ദേഹവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. എനിക്കവരെ കാണൽ പാടില്ല, എനിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളല്ല, അതുകൊണ്ടാണ് നാണം കൊണ്ട് ഞാൻ പിറകോട്ട് മാറിയത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന നമസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ വഖത്ത് പോലും നമസ്കരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരൊറ്റ സുജൂദ് പോലും അല്ലാഹുക്ക് ചെയ്താതിരുന്ന ഒരു സ്വഹാബിക്ക് പോലും അല്ലാഹു നൽകിയ ശ്രേഷ്ഠത ഇതാണ് എങ്കിൽ ഹിദായത്തിന്റെ വലിപ്പം എത്രയാണ്, വലിപ്പം എത്രയാണ്. യാസീനിൽ പറയുന്ന ചരിത്രം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളുടെ ചരിത്രമല്ലേ. ബുത്റൂസും മത്തായിയും പത്രോസും മത്തായിയുടെയും ചരിത്രം പറയുന്നുണ്ട് യാസീനിൽ. ഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി യാസീൻ ഡെയിലി ഓതാൻ പറയുന്നു. എന്തുകൊണ്ട്? മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്ക്. ഇവിടെ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കി അധികമൊന്നും പോകണ്ട. ആഴ്ചയെ പാരായണം ചെയ്യണം സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ, എങ്കിൽ നീ രക്ഷപ്പെടും. ഡെയിലി ഓദിക്കോ. ഈ മഹാന്മാരാകുന്ന മഹത്തുക്കളുടേതാകുന്ന ചരിത്രങ്ങൾ അടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ട യാസീൻ, ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നു യാസീനിനെ. ഇത് നീ ഓദിക്കോ. അത് ആരുടെ ചരിത്രം പറയുന്നതാണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്നതാണ്. ആരാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായി. അനുയായി എന്നല്ല, നേരിട്ട് അനുയായി അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന ബുത്റൂസിന്റെയും മത്തായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. യാസീൻ അടുത്ത് പഠിക്കണം. നമ്മൾ ഇതൊക്കെ പഠിക്കണം. കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹം മാത്രം നല്ലതുപോലെ ഒന്ന് പഠിച്ചാൽ മതി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം വേറെങ്ങും പഠിക്കേണ്ടതില്ല. ശരിക്കും നല്ലതുപോലെ പഠിച്ചാൽ അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതാൻ പറയുന്നത്. നിന്റെ ഹൃദയം കൽബ് തെളിയാൻ വേണ്ടി ഇത് ഓതണമെന്നാണ് പറയുന്നത്. ഖുർആൻ നീ ഓത്. അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആര്? ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹു, ബുത്റൂസ് റളിയല്ലാഹു എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കണം. ബുത്റൂസ് റളിയല്ലാഹു അൻഹു പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വിവാദമൊന്നും ആവൂല. ബുത്റൂസ് മത്താ റളിയല്ലാഹു അൻഹു. മത്താ എന്ന് പറഞ്ഞാൽ ആരാണ്? മത്തായിയാണ്. പക്ഷേ ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് മത്താ റളിയല്ലാഹു അൻഹു. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ല? മക്കസലമീന, തംലീഹ, മർത്തൂനസ്, നൈരൂനസ് റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ. അവരുടെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. അവര് ചീട്ട് കളിച്ചുകൊണ്ടും പാതിരാത്രി സമയത്ത് നിശാ ക്ലബ്ബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഒരു സമൂഹമാണ്. അവരെ ചെന്നുകൊണ്ട് തർബിയത്ത് ചെയ്ത് നന്നാക്കിയാര്? മത്താ റളിയല്ലാഹു അൻഹു. ഭയങ്കര ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അവരുടെ ഉസ്താദാണ്. അപ്പൊ മത്താ റളിയല്ലാഹു അൻഹു, ബുത്റൂസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഖുർആനിലുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ ഖാല ഈസാ ഇബ്നു മർയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂൻ നഹ്നു അൻസാറുല്ലാഹ് فآمنت طائفة
طائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഈസാ നബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ, എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ, ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുത്റുസും മത്തായുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഈസാ നബിയുടെ അനുയായികളാണ് ആര്? ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള നമുക്കിടയിലുള്ള മുത്തുനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക്? ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു ഉള്ള വലിയ മഹാന്മാരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും അന്താക്കിയയിലേക്ക് അയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നത്? പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ്. എന്തിനെവിടെ പോകുന്നത്? ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലയിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു. അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാ നബി അലൈഹി സ്വലാം അയച്ചതാ. നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും. അങ്ങനത്തെ നാട്ടുകാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഷെയ്ഖ് നമ്മളാണ് ഇതിന്റെ ഏജന്റ്. അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്കാണ്. ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ്. അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല, ഒരു വിശ്വസിക്കൂല, നിങ്ങൾ ഓടിക്കും. ഇവര് പറഞ്ഞു ഇല്ല, പോകും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും വല്ല കറാമത്ത് വല്ലതും ഉണ്ടോ? ഈസാ നബിയുടെ അനുയായികളല്ലേ, പിന്നെ ഉണ്ടോന്നോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാമിന്റെ കഴിവിനെ പറ്റി, വഉബരിഹുൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയുമായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് അങ്ങക്കുണ്ട്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മോനാണ്, ജനിച്ചിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, കയ്യും കാലും അനക്കാൻ മേല, വൈകല്യമുള്ള മനുഷ്യനാണ്. ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയുക, ഏറ്റെടുത്തു. ബുത്റുസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഉസ്താദ്, ഷെയ്ഖാൻ അദ്ദേഹമാണ്. അദ്ദേഹം കൊണ്ട് നേരെ ചെന്നു. സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത്. അതെവിടെ ഉണ്ട്? അത് ഖുർആനിലുണ്ട്, യാസീനിലുണ്ട്. അതായി പറയുന്നത്, വേറെ എവിടെയും പോകണ്ട. അദ്ദേഹം പറഞ്ഞു, വലിയ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ, കൗമിന്റെ അടുക്കലേക്ക്. എന്നാ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വരാം. നിങ്ങളങ്ങോട്ട് പോയി തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങിക്കോ. തൊട്ടു പിറകെ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ സൂറത്ത് യാസീൻ. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَ الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ وَمَا عَلَيْنَا إِلَّا الْبَلَاغُ الْمُبِينُ قَالُوا إِنَّا تَطَيَّرْنَا بِكُمْ لَئِن لَّمْ تَنْتَهُوا لَنَرْجُمَنَّكُمْ وَلَيَمَسَّنَّكُمْ مِنَّا عَذَابٌ أَلِيمٌ قَالُوا طَائِرُكُمْ مَعَكُمْ أَإِن ذُكِّرْتُمْ بَلْ أَنْتُمْ قَوْمٌ مُسْرِفُونَ وَجَاءَ دِينَهُ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ
ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ. ഒരു തലക്കിൽ നിന്നുകൊണ്ട് പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഓടി വരുകയാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. പ്രബോധനം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റണേ, പിൻപറ്റണേ. തീർച്ചയായും അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്, സിദ്ധിച്ചവരാ. സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത്. ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഇവരുടെ കറാമത്ത് എന്റെ മകനിലൂടെ ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 24 വയസ്സുള്ള എന്റെ പൊന്നുമോന് ജീവച്ഛവമായ കട്ടിലിൽ കടന്ന പൊന്നുമോനെ എഴുന്നേപ്പിച്ചിരുത്തിയത് ഇവരാണ്, അവനെ നടത്തിയത് ഇവരാണ്, അവനെ ചാടിപ്പിച്ചത് ഇവരാണ്, അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ. ഇവർ സാധാരണ ആളുകളല്ല. ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഇവർ സന്മാർഗം പുൽകപ്പെട്ടവരാണ്. ഇവരെ പിൻപറ്റണേ, പിൻപറ്റണേ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാറിനെതിരെ തിരിയുകയാണ്. നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ, നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് ഇതിനേക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ? ഹബീബുൻ നജ്ജാറിനെ അടിക്കുകയാണ്, അദ്ദേഹത്തെ ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയത്തിൽ ചവിട്ടുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയത്തിൽ ചവിട്ടുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കൊടല് പിൻദ്വാരത്തിലൂടെ പൃഷ്ഠത്തിലൂടെ പോയാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു തൽക്ഷണം വഫാതാവയാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രായം കൂടിയ മനുഷ്യനാണ്, തല്ല് സഹിക്കാൻ പറ്റുന്നില്ല, ഏറെ സഹിക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ളതാകുന്ന മത്താർ റളിയല്ലാഹു അൻഹുവിനെയും ബുത്റുസ് റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിക്കാൻ തുനിയുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം സൂറത്തു യാസീനിലൂടെ പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് നേരിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല. ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റുസിനെ കൊണ്ടും മത്താർ റളിയല്ലാഹു അൻഹുമയെ കൊണ്ടും വിശ്വസിച്ചതായ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാ. ഉദ്ഖുലിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കണേ, സ്വർഗ്ഗത്തിൽ കടക്കണേ, കടക്കണേ. ശത്രുക്കളുടെ പകരമേറ്റുകൊണ്ട് ഷഹീദായ വ്യക്തിയല്ലയോ? നിങ്ങൾക്കുള്ള സ്ഥാനം ദുനിയാവല്ല. നിങ്ങളിനി സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക. സ്വർഗ്ഗത്തിൽ കടന്നുകൊണ്ട് ഹബീബ് എന്ന ഡയലോഗ് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാ. എന്റെ സമൂഹമേ, അന്താകിയായിലെ ജനങ്ങളെ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹ് എനിക്ക് പുറത്തു തന്ന കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബി എന്റെ പാപം പുറത്തു തന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്. നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ചു നൽകിയവനാണ്. പക്ഷേ ഇസ്ലാം മതം പുൽകലിലൂടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ. ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിന് പിൽക്കാലത്ത് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയുന്ന ആളുകളുണ്ടാകും. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വജഅലനി മിനൽ മുക്രമീൻ.
അല്ലാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേ എന്ന് ഹബീബുൻ നജ്ജാർ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിലൂടെ ജിബ്രീലിന്റെ അട്ടഹാസത്തിലൂടെ നശിപ്പിക്കുകയാ. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ ഫൈദാഹും ഖാമിദൂൻ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി അന്താക്കിയ എന്ന് പറയുന്നതായ മോശപ്പെട്ട ജനവിഭാഗത്തെ അള്ളാഹുവിൻ്റെതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു ഉന്മൂലനം ചെയ്യുകയാണ്. ഫൈദാഹും ഖാമിദൂൻ. പരിപൂർണമായി അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ ഹിദായത്തിന്റെ വലിപ്പം? കാരണം നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. സുബൈ കഴിഞ്ഞിട്ടാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയത്. ഒരടുത്ത നിസ്കാരം കൊണ്ട് തക്ലീഫിടപ്പെടുന്നതിന് വേണ്ടി യാ അല്ലാഹ് ഖബറിൽ വെക്കപ്പെട്ടു. പിന്നെ എങ്ങനെ നിസ്കരിക്കും? അതാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ ബഹുമാനപ്പെട്ടതാകുന്ന നബി മുഹമ്മദ് തങ്ങൾ രേഖപ്പെടുത്തിയത് എന്ത്? വലം യസ്ജുദു ലില്ലാഹി സജദത്തൻ വാഹിദത്തൻ. ഒരൊറ്റ സുജൂദ് പോലും അല്ലാഹുക്ക് ചെയ്തിട്ടില്ല. അതാണ് വിഷയം. ബദരീങ്ങളുടെ മഹത്വം നമുക്ക് പിന്നെ പറയാം. ആദ്യം ഇത് മനസ്സിലാക്കി. ഇവിടേക്ക് നീ വാ. ഒരു സാദാ സീദാ സ്വഹാബിയായിരുന്ന ഈ വ്യക്തിക്ക് പോലും ഖബറിൽ സ്വർഗീയ അനുഭൂതി അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ ബദരീങ്ങളുടെ മഹത്വം എത്രയാ മനസ്സിലാക്കണം. അവരെ നീ ചീത്ത വിളിക്കാൻ മാത്രം നീ ഉയർന്നോ? അവരെ തേജോവധം ചെയ്യുവാനും അവരെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അശ്ലീലമാകുന്ന കമന്റ് ഇടാനും മുസ്ലിം സമൂഹം വളർന്നോ? ഒരു സാധാ സഹാബിയുടെ പദവി ഇതാണ് എങ്കിൽ, സാധാരണ ഞാൻ പറയാൻ കാരണം എന്താ, ബദരീങ്ങളുടെ ഒരു മഹത്വം ഇദ്ദേഹം എത്തിച്ചില്ല, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, നിസ്കാരം റസൂലുള്ളാഹിയോടൊപ്പം ഒരു ജമാഅത്ത് പോലും നിസ്കരിച്ചിട്ടില്ല. ആ നിലയ്ക്ക് അതാ സാധാരണ പറയാൻ പാടില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. നമ്മുടെ നോട്ടത്തിൽ ഒരു അമല് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമല്ലോ. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന വ്യക്തിക്ക് അല്ലാഹു കൊടുത്ത മഹോന്നതമായ പദവിയാണിത്. നമ്മൾ മനസ്സിലാക്കണം. സഹാബികളെ നമ്മൾ ഒരിക്കലും എടുത്തു കളണ്ട. അവരുടെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ പറഞ്ഞോണം റളിയല്ലാഹു അൻഹു. മടിക്കണ്ട. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സഹാബത്ത് മാത്രമല്ല, والذين اتبعوهم بإحسان, ഇവരെ തബഅക്കി ഇവരെ പിന്തുടർന്നതാകുന്ന തബഉ താബിഈങ്ങൾ മഹത്തുക്കൾ അവരെന്താണ് റളിയല്ലാഹു അൻഹുമാണെന്ന്. ആരാ ഇത് പറഞ്ഞത്? ഖുർആൻ തന്നെയാണ്. അപ്പൊ സഹാബത്ത് മുഖേന ഹിദായത്ത്, താബിഈകൾ മുഖേന ഹിദായത്ത്, അവിടെ എത്തിയ കാര്യങ്ങൾ. കാരണം അല്ലാഹു സംതൃപ്തിപ്പെട്ട അഹ്ലുകാരെ പിന്തുടർന്നാൽ ഉറപ്പായിട്ട് സ്വർഗ്ഗം കിട്ടൂലേ? അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നു വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ കൊണ്ടും സംതൃപ്തിപ്പെട്ടു. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പടച്ച റബ്ബിന്റെ സംതൃപ്തി വരിദ്വാനും മിനല്ലാഹി അക്ബർ. പടച്ച റബ്ബിന്റെ സംതൃപ്തി വാങ്ങാനാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും, ഈ അമൽ ചെയ്യുന്നത് മുഴുവനും, മഹത്തുക്കൾ മുഴുവനും അമൽ ചെയ്തതിനു വേണ്ടി, സ്വർഗം കിട്ടാനല്ല അവരുടേതാകുന്ന അമൽ. സ്വർഗമല്ല അവരുടെ ലക്ഷ്യം, അതിനുവേണ്ടി അല്ല മഹത്തുക്കൾ അമൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്വർഗം ഒരു സൃഷ്ടിയാണ്, നാമും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ പ്രണയിക്കുന്നതിൽ, ഇഷ്ടപ്പെടുന്നതിൽ എന്തിരിക്കുന്നു? സൃഷ്ടികൾ പ്രണയിക്കേണ്ടത് സൃഷ്ടാവിനെയാണ്. സ്വർഗം ആരുടെ സൃഷ്ടി? അള്ളാഹുവിന്റെ സൃഷ്ടി. മനുഷ്യനാരുടെ സൃഷ്ടി? അള്ളാഹുവിന്റെ സൃഷ്ടി. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ഇഷ്ടപ്പെടുന്നതിൽ എന്തിരിക്കുന്നു? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളതാകുന്ന നല്ല മഹോന്നതരാകുന്ന ഔലിയാക്കൾ അവർ മനസ്സിലാക്കി, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയാകുന്ന സൃഷ്ടിജാലത്തിൽപ്പെട്ടതാകുന്ന ഒരു വൈഭവമാകുന്ന സ്വർഗത്തെ പ്രണയിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. നല്ല ലക്ഷ്യം അള്ളാഹുവിനെ കാണൽ, അവന്റെ സംതൃപ്തി, അതിനുവേണ്ടി മാത്രം. ലിഖാഉല്ലാഹ്, പടച്ച റബ്ബിനെ ഒന്ന് കാണുക, അതിനുവേണ്ടിയാണ് ഈ അമൽ മുഴുവനും.
ലോകത്തെ ഏറ്റവും സൗന്ദര്യം അള്ളാഹുവിനല്ലേ? മുത്തനബിയെ സൃഷ്ടിച്ച അള്ളാഹു, സ്വർഗം സൃഷ്ടിച്ച അള്ളാഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പടച്ച അള്ളാഹു, ആ അള്ളാഹു എത്ര മഹോന്നതനാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചൊല്ലും അൽഹംദുലില്ലാ, എന്ത് രസമാണ് ഈ സ്ഥലം കാണാൻ. ഇതിനേക്കാളൊക്കെ സൃഷ്ടിച്ച റബ്ബ് എത്ര സുന്ദരനാണ്. ആ റബ്ബിനെ ഒന്ന് കാണണ്ടേ? അതിനുവേണ്ടി ആകണ്ടേ അമൽ. അതിനുവേണ്ടിയാണ് മുൻഗാമികൾ അമൽ ചെയ്തിരുന്നത്. അത് വേറൊരു ഭാഗം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഔലിയാക്കൾ മുഖേന, മഹത്തുക്കളാകുന്ന അമ്പിയാക്കൾ മുഖേന ഹിദായത്ത്, അവർക്ക് ശേഷം വന്ന സ്വഹാബത്ത് മുഖേന ഹിദായത്ത്. ലാ യദ്ഖുലുൻ നാറു മൻ റആനി വമൻ റആനി വഹുവ മുഅ്മിനുൻ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്, മാഷാ അല്ലാഹ്, മക്കത്ത് വരും, ലാ യദ്ഖുലുൻ നാറു മൻ റആനി വമൻ റആനി വഹുവ മുഅ്മിനുൻ സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിൽ പ്രവേശിക്കൂല ആര്? മൻ റആനി, എന്നെ കണ്ടവൻ, വമൻ റആനി, എന്നെ കണ്ടവരെ കണ്ടു. ഏത് നിലയ്ക്ക് കണ്ടു? വഹുവ മുഅ്മിനുൻ, മുസ്ലിമായി കണ്ടാൽ അവരാരും നരകത്തിൽ കടക്കൂല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസ് മനസ്സിലായിക്കോ? നബിയെ കണ്ടതാകുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കണ്ട ശേഷം വന്നതാകുന്ന താബീ കണ്ടവരും, മോമിനായി കണ്ടതാകുന്ന വിശ്വാസിയായി കണ്ട ഒരൊറ്റ ഒരുത്തരും എവിടെ കടക്കൂല? നരകത്തിൽ കടക്കൂല. നരകത്തിൽ കടക്കാൻ എവിടെ കടക്കും? സ്വർഗ്ഗത്തിൽ കടക്കും. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സദഖ റസൂലുള്ളാഹി. ഹദീസ് ഓതാനാണ് ഒരുപാടുണ്ട്, എനിക്കറിയാം. ആ ഒരു നൂറ്റാണ്ട് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടാണ്. അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പൊ അമ്പിയാക്കൾ മുഖേന ഹിദായത്ത്, സ്വഹാബത്ത് മുഖേന ഹിദായത്ത്. സ്വഹാബത്ത് മുഖേന ഹിദായത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, ഒരുപാടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് സിദ്ധിച്ചതാകുന്ന മഹാന്മാർ, മുൻ കഴിഞ്ഞു പോയതാകുന്ന അമ്പിയാക്കളെ, അമ്പിയാ മുർസലീങ്ങളുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് സിദ്ധിച്ചതാകുന്ന മഹാന്മാർ. എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രവാചകന്മാർ മുഖേന ഹിദായത്ത് കിട്ടി, ആ പ്രവാചകമായികൾ മുഖേന ഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വഖത്ത് നിസ്കാരം, 17 റക്അത്ത്. ഒരു സാദാ സീദാ മുഅ്മിൻ 5 വഖത്ത് നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ്. റജബ് 27-നാണ് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തി. ആ മിഅ്റാജ് നടത്തിക്കൊണ്ടിരിക്കവേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഈ ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫർളിൽ മാത്രം. റവാത്തിബ് സുന്നത്തുകളാവുമ്പോൾ അധികരിച്ചു. മാബൈനൽ അദാനി സ്വലാത്തുൻ സയ്യിദുനാ റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യന് ഓരോ ബാങ്കിനിടയിലും നമസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഓരോ സുന്നത്ത് നിസ്കാരമുണ്ട്. ഓരോ ഫർദ് ബാങ്കിനിടയിലും, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിലും നമ്മൾ അധികരിപ്പിക്കുമ്പോൾ എത്ര ഇഹ്ദിന പറയുന്നുണ്ട്, എത്ര സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ. അപ്പൊ കിട്ടിയ ഹിദായത്തോ അത് അണയാതിരിക്കാൻ, അത് കൂടുതലായി വർദ്ധിക്കാൻ, ഈമാൻ കാമിലാകാൻ, പരിപൂർണ തലത്തിലേക്ക് എത്തിയെത്താർക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി. فَقَنَّبِيِّنَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُهُ فِي عِلْمٍ وَلَا كَرَمٍ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര്? മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറത്തോട്ട് ആരുമില്ല. അങ്ങനത്തെ ഒരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ? അല്ല, എന്തായാലും കിട്ടൂല. ഈമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ. ഞാനിവിടെ വരുമ്പോൾ ബഹുനിരാകുന്ന ഉസ്താദ്മാർ അതാണ് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അമ്പിയാക്കൾ മുഖേന ഹിദായത്ത്, സ്വഹാബത്ത് മുഖേന
മഹാന്മാർ, ഔലിയാക്കൾ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 470 ജനിച്ചു, 561 വഫാത്തായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കം മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചതാണ്. الشافعية فصرت الحنبلية بلا هجر لتحطات بالخيرين معتدلا فلم تزل راقيا على مقام علا حويت أرفع صيت محي الدين. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബിലേക്ക് മാറി. നാലാലൊരു മദ്ഹബ് ഇല്ലാത്ത വ്യക്തി അവൻ യഥാർത്ഥമായ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ല. സ്വയം മുജ്തഹിദ് ചമന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു ലൈവിൽ ഇരുന്നിട്ട് പറയാണ്, ഇമാം മഹദി നിങ്ങൾ ആരും അന്വേഷിക്കണ്ട, ഞാൻ തന്നെയാണ്. കഴുത പറയുക, വണ്ടി അപ്പം കിട്ടിയിരുന്നവനെ അപ്പം പോയി അടിക്കണം. അതുപോലെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി, അതാ വിറ്റ് ലാസ്റ്റ് പറയാണ് ഞാൻ മഹദിയാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. അത് നാണമില്ലാത്ത ലൈവ് ചെയ്യുക, അതിന്റെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ ഒരു രൂപമൊക്കെ വരുത്തിയിട്ട് മൂപ്പരങ്ങ് നിൽക്കുക. കാരണം അങ്ങനെയൊക്കെ ആവുമെന്നുള്ളൊരു ധാരണ മൂപ്പർക്കങ്ങ് വന്നിട്ടുണ്ട്. ലോകാവസാനം എത്തിപ്പോയി. ഇങ്ങനെയുള്ള ആളുകൾ, പടപ്പുകൾ എത്രയാ ഇറങ്ങി വരുന്നത്. ആരാ വലിയ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാളിബു അലാ ത്വആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. വലിയ എന്ന് പറഞ്ഞാൽ ആരാ? തഅരീഫ് പഠിക്കണ്ടേ, നിർവചനം അറിയണ്ടേ. വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാവുന്നത്ര അഗാധമാകുന്ന അറിവിന്റെ ആഴിയിലെത്തിയവർക്ക് വലിയ എന്ന് തന്നെ പറയാൻ പറ്റും. അസര വഹിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വരാവേ ഇത് ബാത്റൂമിൽ കയറി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കൂട്ടുകാർക്ക്, പണ്ട് കൂടെ പഠിച്ചവർക്ക് മെസ്സേജ് അയച്ചിട്ട് മസല പറഞ്ഞു കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മസല എന്ന് പറയുക. അങ്ങനെയാണോ? അതാണോ വലിയ? ചോദിച്ച അപ്പ നല്ല മറുപടി കൊടുക്കുക. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ അറിവുള്ള വ്യക്തിക്കാണ് വലിയ എന്ന് പറയാൻ പറ്റൂ. അത് ആരിഫ് എന്ന് പറയാം. വലിയ എന്ന് പറയണമെങ്കിൽ നല്ല അറിവ് വേണം. നല്ല അറിവാണ്. ചുമ്മാ ഒന്നും വെറുതെ വലിയ എന്ന് പറയാൻ പറ്റൂല. 10 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ വലിയ എന്നും പറഞ്ഞ് നിങ്ങളാരും കാണണ്ട. അത് വലിയല്ല. അങ്ങനെയുള്ളവന്റെ പുറകെ പോകാൻ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നുമില്ല. നമുക്കിവിടെ തന്നെ ഇഷ്ടംപോലെ ആലിമീങ്ങൾ, സമുന്നതരാകുന്ന സയ്യിദന്മാർ, ഉലമാ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അവരുടെ തണലിലായി അള്ളാഹു നമുക്ക് ജീവിതം സാധ്യമാക്കട്ടെ. അവരുടെ തണലിലായി ഖൈറായ നിലയ്ക്ക് നല്ല മരണവും അള്ളാഹു സാധ്യമാക്കട്ടെ. ആലിമീങ്ങൾക്ക് ഒരു പന്നവും കുറവൊന്നുമില്ല. പിന്നെന്തിനാ ഇത്തരത്തിലുള്ളതാകുന്ന കള്ള ശൈഖന്മാരെയും കള്ള ജിന്നുമാരുടെയും ജിന്നപ്പന്മാരുടെയും ഒക്കെ പുറകെ സഹോദരിമാര് പോകുന്നത്? സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഇൽമിനെ പിടിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ പിടിച്ചെടുക്കുക. ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉള്ളാളതങ്ങൾ, ഈ മഹത്തുക്കളൊക്കെ ഇനി തിരിച്ചു വരുമോ? അവരുടെയൊക്കെ ഇൽമിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അവരൊക്കെ കടന്ന കടപ്പിൽ കിതാബ് പോലും വായിക്കണ്ട, നോക്കേണ്ട കാര്യമില്ല. അവിടുന്ന് വായിച്ചു കൊടുക്കുന്നു, ഇബാറത്ത് ഹല്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ മഹാന്മാരൊക്കെ ഇനി വരുമോ? ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഉസ്താദിനൊപ്പമാകുമോ? ലോകത്തിന് കിട്ടുമോ? അതുകൊണ്ട് തന്നെ ഇൽമിനെ അല്ലാഹു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇൽമിനെ അങ്ങ് ഉയർത്തുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരുടെ വഫാത്ത് മുഖേനയാണ്, അവരെ പിടിക്കലിലൂടെ, അവരുടെ റൂഹിനെ, അവരുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നത്. അവസാന ഘട്ടത്തിൽ നല്ല നല്ല ആലിമീങ്ങൾ അല്ലാഹു കൊണ്ടുപോകും. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. വിവരമില്ലാത്തതാകുന്ന, വിവരദോഷികളാകുന്ന കള്ള ജിന്നുമാരെയും ജിന്നുപ്പമാരെയും ഒക്കെ നമ്മൾ വലിയ ആളാക്കി മാറ്റും, വലിയ അഹ്ലുകാരാക്കി അവരുടെ നമ്മൾ കൈ പിടിച്ച് മുത്താൻ നിൽക്കും. സമൂഹം തന്നെ അങ്ങനെ ആയിപ്പോവും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്.
ഫസുഇലു, അവരോട് മസലകൾ ജനങ്ങൾ ചോദിക്കും, പാവപ്പെട്ടവർ ചോദിക്കും, അറിവില്ലാത്തവർ, അവര് വിവരമുള്ളവരാണെന്ന് ധരിച്ച പാവപ്പെട്ട സഹോദര സഹോദരിമാർ അവരോട് മസലകൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്ത നിലയ്ക്ക് അവർ കുറെ എന്തെങ്കിലുമൊക്കെ ഫത്വ കൊടുക്കും. ഫളല്ലു ഫഅളല്ലു, അവർ അവരെ പിഴപ്പിച്ചു, അവരും പിഴയ്ക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഈ കാലഘട്ടമല്ലേ അത്. ഇന്ന് സമൂഹത്തിലെ ആളുകൾ ആലിമീങ്ങളോട് മസല ചോദിക്കുന്നുണ്ടോ? ഇനി ആലിമീങ്ങളോട് മസല ചോദിച്ചാൽ തന്നെ ആ മസല തന്നെ തൊട്ടപ്പുറത്തെ മഹലിൽ ഇമാമിനോട് ചോദിക്കും. അങ്ങനത്തെ കോമുണ്ട്. ഉസ്താദ് ഈ മസല ഒന്ന് പറഞ്ഞു തരണേ. മസല പറഞ്ഞു കൊടുത്തു, ഉടനെ അപ്പുറത്തെ മഹലിൽ ഉസ്താദ്, ഈ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞായിരുന്നു മസല, ശരിയാണോ ഉസ്താദ്? അത് ലാസ്റ്റേ പറയുള്ളൂ. മസല ചോദിക്കും, അതിന് മറുപടി പറയുമ്പോൾ പറയും, അത് ഇങ്ങനെയാണല്ലോ ഈ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞത്. ഇതാണ് കൗമ്. അവർക്കിടയിൽ വിഭാഗീയത ഉണക്കി എങ്ങനെയെങ്കിലും തല്ലും വഴക്കുണ്ടാക്കിയ റാഹത്തായി ചായ കുടിച്ച് നിലകൊള്ള ഇങ്ങനത്തെ കൗമ്. മസല അറിയാൻ വേണ്ടിയൊന്നുമല്ല, അത് അമൽ ചെയ്യാനുമല്ല, വെറുതെ പോരടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്പർദ്ധ വളർത്തുക, അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ, ഐക്യങ്ങൾ അത് ഊട്ടിയുറപ്പിക്കുന്നതിന് പകരം അവർ അതിൽ ജനിച്ചു. 15 വർഷത്തോളം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ അടുക്കൽ ഇൽമുകൾ പഠിച്ചു, പ്രാഥമിക ഇൽമുകൾ. 15ാമത്തെ വയസ്സിൽ വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പ അദ്ദേഹത്തിന് തെരിക്കത്തായി ഉപേക്ഷിച്ചാണ് ഒരു ചെറിയൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആ നാട്ടിൽ വന്നതാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. കൊട്ടയിലുള്ളതാകുന്ന ഒരു ചെറിയൊരു കാരക്ക ബഹുമാനപ്പെട്ടവർക്ക് നൽകി. ആര്? ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ ജിസ്സീൽ അജ്മീർ റളിയല്ലാഹു അൻഹു. അന്ന് വലിയ മഹാനായില്ല, കുട്ടിയാണ്, 15 വയസ്സുള്ളൂ. ആ കാരക്ക കഴിച്ചു, വലിയ സന്തോഷമായി. അതിഥി സൽക്കാരം നടത്തിയല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റൊട്ടി കഷ്ണം, ഒരുണങ്ങിയ റൊട്ടി കഷ്ണം വായിലിട്ട് ചവച്ചിട്ട് ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം നൽകിയെന്നാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ വിഷമമായിരിക്കും. ഇത് കേൾക്കുമ്പോഴാണ് ചിലർക്ക് വലിയ വിഷമം. അപ്പൊ മക്കൾക്ക് ജനിക്കും സമയത്ത് വായിലിട്ട് കാരക്ക ചവച്ചു കൊടുക്കാൻ പറയുന്നതിൽ അസിലെന്താ? കൊടുക്കലുണ്ടോ? അതാ മറ്റേ ഇത് തേനിങ്ങനെ തുണ്ടി കൊടുക്കലോ ഉള്ളു. അതാ ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരക്ക ഒന്നും ചവച്ചൊന്നും ആരും കൊടുക്കുന്നില്ല. തേനിങ്ങനെ കെറിയിലോട്ട് ഇങ്ങനെ തൊണ്ട് കൊടുക്കുക, എന്നിട്ട് തൊട്ട് കൊടുത്തു എന്ന് പറയുക. അങ്ങനെ അല്ലല്ലോ അതിന്റെ അസില്. യഥാർത്ഥത്തിൽ എന്താണ്? നല്ല കാരക്ക വായിലിട്ട് ചവച്ച് അരച്ച് നല്ല ഉമിനീര് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് കൊടുക്കുക. കാരക്ക അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് വാടച്ചു ഒഴിച്ച് ഹാള്ള പിന്നെ ജാതം പൊട്ടി കൊച്ചു മയ്യത്ത. ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ബുഖാറയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസിന്റെ ശാഖോപശാഖകളും ഫിഖ്ഹുകളും എല്ലാ കർമ്മശാസ്ത്ര മസലകളും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പിന്നീട് ഇലാഹിയാകുന്ന ഒരു ഇശാറത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് പിന്നീട് യാത്രയായി ഹാറൂനിലേക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫലാസമ 20 സനതൻ 20 വർഷം അവിടെ അങ്ങ് കൂടി. ബഹുമാനപ്പെട്ടതാകുന്ന ഡൽഹി ഷെയ്ഖ് ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു, കാക്കി എന്നാണ് നമ്മൾ പറയാ, കഅക്കി റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെയാണ് ഈ ദുനിയാവ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവനും നടപടിയാക്കി കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, തദ്ബീർ ചെയ്യുന്നത് അവരാണ്. മനസ്സിലാക്കണം. നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. ഈ ലോകം തന്നെ നിലനിർത്തുന്നത്, ഈ ഭൗതിക ലോകം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ മഹത്തുക്കളാണ്. അതുകൊണ്ട് അവരെ തള്ളിപ്പറയാൻ പാടില്ല, അവരെ ശരിക്കും മുറുകെ പിടിച്ചോണം. ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയാൻ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് ലാസമ ബഹുമാനപ്പെട്ടതാകുന്ന മൊയ്നുദ്ദീൻ അജ്മീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിലകൊണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് റിയാളയാണ്, ഇൽമെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് എന്തിനാണ്? റിയാള ഒരുപാട് അമലിയാത്ത് കൊടുക്കാൻ, നമസ്കാരവും വിവാഹത്തും ദിക്റും ഒക്കെ അങ്ങോട്ട് ചൂടേറ്റുക. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ച് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുക്കൽ പോകുമ്പോ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വരാൻ പറയുമായിരുന്നു. 1 ലക്ഷം ചൊല്ലിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും വീണ്ടും 1 ലക്ഷം കൂടി ചൊല്ലിയിട്ട് വരാൻ പറയും.
ആരോടായി പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 നല്ല മർത്തബയിൽ എത്തി നിൽക്കവേ അവർ വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ സമീപിക്കുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് കൊടുക്കുന്ന ഇജാസത്ത് ഇതാണ്: 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. നമ്മൾ 100 ചെല്ലൂല. 1,00,000 ചെല്ലിയാൽ മാത്രം മതി എന്നല്ല, അതിന് മുമ്പ് ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടാണ്. ഖിർഖ ധരിപ്പിക്കണമെങ്കിൽ, മഹത്തുക്കളുടെ ഒരു പദവിയിലേക്ക് നീ എത്തണമെങ്കിൽ, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തണമെങ്കിൽ ലക്ഷം പരിപൂർണമായി നിലകൊണ്ടു. അദ്ദേഹം പറഞ്ഞു, അവസാനം പറഞ്ഞു, ജദ്ദിദ് വുളു ഒക്കെ. ഒരു ദിവസം പറഞ്ഞപ്പോൾ വുളു എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വുളു ഒന്ന് പുതുക്കിക്കൊണ്ടുവരാൻ. ജദ്ദിദ് എന്ന് പറഞ്ഞാൽ അത് പുതുക്കാന്ന് അതിനർത്ഥം. പറഞ്ഞാൽ എന്നെ അർത്ഥം എന്താ? ദായിമുൽ വുളു ആണ് എപ്പോഴും. അതുകൊണ്ടാണല്ലോ ജദ്ദിദ് എന്ന പദം പറയാൻ കാരണം. വുളു ഒന്ന് പുതുക്കി കിട്ടുക. അങ്ങനെ വുളു പുതുക്കി ചെന്നപ്പോൾ പറഞ്ഞു, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു പറയാ, 2 റക്അത്ത് നിനക്ക് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതണം, എന്നിട്ട് 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം, എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. നേരെ തിരിച്ച് നിസ്കാരം കഴിഞ്ഞു. അപ്പൊ എത്ര നേരം എടുക്കും ഇതൊന്ന് ചൊല്ലിത്തിരക്കാൻ? നമ്മളോടൊക്കെ ആണെങ്കിലോ 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ പോലും കഴിയാത്ത കൗമിനോടാണ് 1000 ഖുൽ ഹുവല്ലാഹ്. ഇത് നിസ്കാരത്തിൽ വേണം, അല്ലാതിരുന്നല്ല. മറ്റേത് സുബഹി കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്തൂടെ ഒരു നടത്തമുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്താ എടുക്കുന്നത്? മുത്തല്ലിങ്ങൾ എന്താ എടുക്കുന്നത്? മുഴുവൻ തസ്മീ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആജിയാര്. സംഭവം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാനേ വന്നത്. എന്നിട്ട് ഇങ്ങനെ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, കൗമിനെ മുഴുവൻ കാണിക്കണം, തസ്ബീ ഇട്ട് ഇങ്ങനെ ആട്ടി ആട്ടി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ദിക്ർ ചെല്ലല്. യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? ഖൗമൻ സല്ലബു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലു അശ്ശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ. സുബഹി നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി ആരെങ്കിലും നിലകൊണ്ടാൽ പരിപൂർണമായ 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 ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഉമ്മമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഉപ്പമാര് പ്രായം ചെന്ന പല ആളുകളും പള്ളിയിൽ വന്നിട്ട് നേരത്തെ കയറി ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. പള്ളിയിൽ എന്തിനാ ഉദയം എന്നൊരു ടൈം കൊടുത്തിരിക്കുന്നത്? എന്തിനാ? ഈ ഉദയം വരെ ദിക്ർ ചെല്ലാനാണ്. അല്ല, ഇതെന്തിനാ? ഉദയത്തിന് പ്രത്യേക നിക്കാരമുണ്ടോ? അല്ലല്ലോ. ആ ഉദയത്തിന്റെ സമയം വരെ അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലി നിലകൊള്ളാൻ. സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലു അശ്ശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. നബി 3 വട്ടം പറഞ്ഞു, പൂർണ്ണമായ 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 ഉംറ നിർവഹിച്ച പ്രതിഫലം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ദിക്ർ ചെല്ലുമ്പോ നല്ലതുപോലെ ചൊല്ലിക്കോ. നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു 100 സ്വലാത്ത് കൂടി ചെല്ലണേ. നിർത്തുകയാണ് ഞാൻ. 100 സ്വലാത്ത് കൂടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹാലങ്ങ് മാറുകയാണ്. വല്ലാത്തൊരനുഭൂതിയുടെ ലോകത്തേക്ക് എത്തുകയാണ്. അല്ലാഹയല്ലാത്ത മറ്റൊരു ചിന്ത ഹൃദയത്തിലില്ലാത്ത ഒരവസ്ഥ. ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുവനും മറന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ്. സ്വർഗീയമാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളുമല്ല ലക്ഷ്യം, അല്ലാഹുവിലേക്ക് മാത്രമായി ഹൃദയം ദിക്ർ ചൊല്ലി 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 അങ്ങനെ മുഴുകി അങ്ങ് നിലകൊള്ളുകയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്ക. ഹൃദയത്തെ സംശുദ്ധീകരിച്ചവൻ തീർച്ചയായും രക്ഷ പ്രാപിച്ചവനാണ്. ആരാണവൻ? അവർക്കെങ്ങനെയാണ് ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്? വദക്കറ ഇസ്മ റബ്ബി, റബ്ബിന്റെ നാമം നല്ലതുപോലെ സ്മരിക്കാൻ കഴിയുന്നവർക്ക്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ, ചിന്തയിൽ നിലകൊള്ളാൻ സാധിക്കുന്നവർക്ക്. അതേത് നിലയിലാണ് ദിക്റിൽ ചെല്ലേണ്ടത്? മുഅ്മിനീങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ്യാ. മുഅ്മിനീങ്ങളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന് അധികമായി നിങ്ങൾ ദിക്ർ ചൊല്ലണേ. ഈ അധികം ഏത് നിലയ്ക്കാണ്? ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. 3 രീതിയാണ് മനുഷ്യനുള്ളത്. ഒന്നില്ലെങ്കിൽ നൃത്തം, അല്ലെങ്കിൽ ഇരുത്തം, അല്ലെങ്കിൽ കിടത്തം. ഈ 3 സമയത്തും പടച്ച റബ്ബാകുന്ന അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ
തീർച്ചയായും രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ തസക്ക, ഹൃദയത്തെ സംശുദ്ധീകരണം നടത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവൻ തീർച്ചയായും വിജയിച്ചവനാണ്. ഫസല്ല, പരിശുദ്ധമാക്കപ്പെട്ട റജബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന നിന്റെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യ, നീ വിജയിച്ചവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വാഴ്ന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാമ് നിനക്ക് വേണ്ടി മെഹ്റാബിലിരുന്നു കൊണ്ട് ഈ സൂറത്തുൽ അഅല പാരായണം ചെയ്താലും, ഇത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയാലും നീ പഠിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, 2021 നീ കടന്നപ്പോഴും നീ പഴയ രീതി തന്നെയാണ്. മുൻഗാമികൾ ചെയ്തു വെച്ച ഏതൊരു പ്രവർത്തന മേഖലയാണോ, കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, പെങ്ങളെ നീ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. കേൾക്കുന്നതും ഹറാം, കാണുന്നതും ഹറാം, പിടിക്കുന്നതും ഹറാം, നടക്കുന്നതും ഹറാം, എല്ലാ നിലക്കും മോശമായ പ്രവർത്തനവുമായി നീ മുന്നേറുകയാണ്. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, ഓർമ്മപ്പെടുത്തുകയാണ് ആഖിറമാണ് എന്നെന്നും ശാശ്വതത്വം ലഭിക്കുന്നവൻ. ഈ ദുനിയാവ് ശാശ്വതത്വമുള്ളതല്ല, ഇത് നശിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് പോകണമെന്നുള്ള വിചാരം മനുഷ്യാമാനവ പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. നീ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് വരുതേ. നിന്റെ ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ ഇബാദത്തുമായി കഴിയണേ. നിന്റെ നമസ്കാരം വീട്ടിലാണ്, നിന്റെ ദിക്ർ നീ വീട്ടിലാണ്, നിന്റെ ഇബാദത്ത് കണിശത വെക്കേണ്ടത് പെങ്ങളെ വീട്ടിലാണ്. പുരുഷന്മാരെ നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നീ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുതേ, ശ്മശാനമാക്കരുതേ, മോഹമാക്കരുതേ. ഫൈനൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഉസ്താദേ, എന്റെ വീട്ടിൽ പൈശാചികതയാണ്, എനിക്ക് അതിനെ ക്ലാവ് പിടിച്ചാൽ എങ്ങനെയാണ് മാറ്റുക റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സബ ദിക്റുൽ മൗതി വ തിലാവത്തുൽ ഖുർആൻ, 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധമായ റജബിദ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ്. പവിത്രമായ റമദാനിന് മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ്. നമസ്കാരം നൽകപ്പെട്ട മാസമാണ്, പവിത്രമാക്കപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തയ്യാറെടുത്ത മാസമാണ്. ഈ മാസത്തെ നിങ്ങൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണേ. ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. ദിക്റുൽ മൗത് വ തിലാവത്തുൽ ഖുർആൻ, 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ ഈ ലോകത്ത് മുഴുവനും കാരുണ്യം വാരി വിതറിയ കാരുണ്യത്തിൻ്റെതാകുന്ന തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ഹൃദയം വരുത്തിയ ലോകത്തിന് മുഴുവനും മഹിമാകുന്ന ആദർശം പരത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ സഹോദര? അതുകൊണ്ട് നീ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ നീ മറ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മജീദ് ഉസ്താദ് അടക്കമുള്ള മഹോന്നതരുടെ ബറക്കത്തുകൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആളയുടെ കാവൽ പടന്മാരാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിലകൊള്ളണേ. നമ്മുടെ നാടിൽ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകണം, ആത്മീയമാകുന്ന സ്ഥാപനം നിലനിൽക്കണം. അതിനെന്ത് വേണമെങ്കിലും നൽകാനാ തയ്യാറാ. എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ശരീരം കൊണ്ട് ഞാൻ ഇതാ സന്നദ്ധനാണ്, സാമ്പത്തികമായി ഞാൻ സന്നദ്ധനാണ്, മനസ്സുകൊണ്ട് ഞാൻ സന്നദ്ധനാണ്. സഹോദര സഹോദരി, നീ തയ്യാറെടുക്കണേ. നീ അപ്പോഴാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്നുള്ളൂ. അമ്പിയാക്കൾ മുഖേന
മുഖേന കൈമാറി തന്ന ഹിദായത്ത്, സഹാബത്ത് മുഖേന കൈമാറി തന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, തബഉ താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, അയിമ്മത്തുകളാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ശേഷം വന്ന മുഹയ്യദ്ദീൻ ശൈഖിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ, അജ്മീർ ഹോജയെ പോലെ, ശേഷം വന്നതാകുന്ന ഇമ്മത്തുകളെ പോലെ എല്ലാ ഇമാമിങ്ങളും കൈമാറി 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 ഈ ദീനിനെ നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമ പഠിച്ചെടുക്കേണ്ടത് ഉലമാക്കളുടെ വായിൽ നിന്നാണ്. ഇമാം നവവി തങ്ങള് ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന മജ്മൂഇന്റെ തുടക്കത്തിൽ ഒരു ആവർത്തി രേഖപ്പെടുത്തുകയാണ്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകളിൽ നിന്നല്ല നീ ഇൽമ പഠിക്കേണ്ടത്, നീ ഇൽമ പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. ആലിമീങ്ങൾ എന്ത് പറയുന്നു, കിതാബിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദ് പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞതാകുന്ന ചേകന്നൂരിന്ന് എവിടെ പോയി? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, ആലിമീങ്ങളെ വകവെക്കണേ, പണ്ഡിതന്മാരെ ബഹുമാനിക്കണേ, ഉസ്താദുമാരെ ബഹുമാനിക്കണേ. അവർ പഠിപ്പിച്ചു തരുന്നത് മാത്രമാണ് ഇൽമ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകൾ നിനക്ക് ഹർഫ് തിരിയുമ്പോ ഇങ്ങനെയാണല്ലോ കടക്കുന്നതെന്ന് നിനക്ക് തോന്നാം. പക്ഷെ ഉസ്താദ് എന്തർത്ഥം വെക്കുന്നു അത് വേണം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഈ ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് നൽകിയതാണ്. റസൂലുള്ളാഹിക്കാണല്ലോ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. അലിഫ് ലാം റാ ഇന്നാ അൻസൽനാഹു ഇലൈക. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് തങ്ങൾക്കാണ് നബി. ഈ ഖുർആനിന്റെ പ്രതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോപ്പികൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തതല്ല. ഇത് വിളിച്ചു കൊടുക്കേണ്ടത്, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുത്തുനബി മുഖേനയാണ്. ലിന്നാസ മിനൽ ളുലമാതി ഇലന്നൂർ. തങ്ങൾ വേണം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രഭയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് തങ്ങളുടെ കൈവെള്ളയിലേക്ക് നാം ഇതാ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തു. റസൂലുള്ള അതിനെ വിശദീകരിച്ചു. റസൂലുള്ള വിശദീകരിച്ചതുപോലെ സഹാബത്ത് വിശദീകരിച്ചു. അതിനുശേഷം വന്നതാകുന്ന അയിമ്മത്തുകൾ വിശദീകരിച്ചു. അതേ നിലക്ക് തന്നെ നമുക്ക് ഉലമാക്കൾ കൈമാറി തരുന്നു. ഈ ഇൽമിനെ അതേപോലെ തന്നെ അമാനത്തെന്ന നിലക്ക് പരിപൂർണമായ കർമ്മം നമ്മൾ ലോകത്ത് നിർവഹിക്കണേ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് ഔലിയാക്കളിൽ പ്രമുഖനായി ഇന്ത്യയുടെ നേതൃത്വമായി രാജാവായി ബഹുമാനപ്പെട്ട ഖ്വാജ മുഈനുദ്ദീൻ ദിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു എത്തിയത്.